പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ ദൈവമാതാവിൻ്റെ കരം പിടിച്ച് ദൈവപിതാവിനെ മുഖാഭിമുഖം കാണുവാൻ ഈ ഭൂമിയിലായിരുന്നുകൊണ്ട് മരിയൻ ഉടമ്പടി എടുത്തുകൊണ്ട് കൂടുതൽ വിശ്വസ്തയോടെ തീക്ഷ്ണതയോടെ ഉടമ്പടി നിബന്ധനകൾ പാലിച്ച് മുന്നേറാൻ ഉതകുന്ന ലിവിങ് ഓറക്കിൾസ് ജീവവചസ്സുകൾ എന്ന വലിയ ശുശ്രൂഷയുടെ 67ാമത്തെ എപ്പിസോഡിലേക്ക് എല്ലാവരെയും ദൈവനാമത്തിൽ സ്വാഗതം ചെയ്യുന്നു. ഞാൻ എൻ്റെ ഈ ലിവിങ് ഓറക്കിൾ എപ്പിസോഡിൽ എപ്പോഴും പറയാറുള്ളത് പോലെ ഈ ഒരു ശുശ്രൂഷ ലിവിങ് ഓറക്കിൾസ് എന്ന ഈ ശുശ്രൂഷയിലൂടെ ഞാൻ അർത്ഥം വയ്ക്കുന്നത് നിങ്ങളെ കൂടുതൽ ഉടമ്പടിയുമായിട്ട് കൂടുതൽ കൂട്ടിമുട്ടിച്ചുകൊണ്ട് കൂടുതൽ ഫലം കായ്ക്കാൻ വേണ്ടിയിട്ടാണ്. കാരണം ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ വളരെ ലളിതമായിട്ടാണ് ഓരോ മരിയൻ ഉടമ്പടി ധ്യാനങ്ങളിലൂടെയും നിങ്ങളോട് കൃപാസനത്തിൻ്റെ മുകളിൽ നിന്ന് ദൈവിക സന്ദേശങ്ങൾ കൈമാറുന്നത്. അതുകൊണ്ട് തന്നെ ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛനിലൂടെയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ പ്രൈമറി മെസ്സേജസ് മരിയൻ ഉടമ്പടിയുടേതാണെങ്കിലും ഇവിടുത്തെ വെളിപാടുകളുടെ ആണെങ്കിലും സന്ദേശങ്ങളുടെയെല്ലാം അതോറിറ്റി എന്ന് പറയുന്നത് ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ തന്നെയാണ്. അതുകൊണ്ട് തന്നെ ഞാൻ പറയുന്ന ഓരോ സാക്ഷ്യങ്ങളിലും സാക്ഷ്യ വിശകലനങ്ങളിലും എല്ലാം ഞാൻ കൂടുതലായിട്ട് പ്രാധാന്യം നൽകി ഊന്നിപ്പറയാൻ ഞാൻ ഉദ്ദേശിക്കുന്നത് മരിയൻ ഉടമ്പടി എടുത്തിരിക്കുന്ന മക്കള് മരിയൻ ഉടമ്പടിയുടെ വലിയ ദൈവിക സ്വഭാവങ്ങളുള്ള വലിയ സാക്ഷ്യങ്ങൾക്കായിട്ട് നിങ്ങൾ ആഗ്രഹിച്ചു പ്രാർത്ഥിക്കണം. അതിന് നിങ്ങൾ സ്വീകരിക്കേണ്ട ഒരു ദൈവിക നിലപാടുണ്ട്. അതിനെപ്പറ്റിയാണ് ഇന്നത്തെ എപ്പിസോഡിൽ പ്രധാനമായിട്ടും ഞാൻ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്നത്. ബഹുമാനപ്പെട്ട വി പി ജോസഫ് അച്ഛൻ എപ്പോഴും പറയാറുള്ളത് പോലെ മരിയൻ ഉടമ്പടിയുടെ പ്രഖ്യാപിതമായിട്ടുള്ള 5 തനത് സ്വഭാവങ്ങളുണ്ട്. ഒരുപാട് സ്വഭാവങ്ങളുണ്ടെങ്കിൽ പോലും അതല്ല ഇതിൻ്റെ അനുധാരികളായിട്ടാണത് വരുന്നത്. ഒന്നാമതായിട്ട് നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്, രണ്ടാമതായിട്ട് ടൈം ഷോർട്ടനിങ്, മൂന്നാമതായിട്ട് പ്രസൻസ്, നാലാമതായിട്ട് കമ്മ്യൂണിക്കേഷൻ, അഞ്ചാമതായിട്ട് ലൈറ്റ് വെയ്റ്റിംഗ്. അതുപോലെ തന്നെയാണ് മരിയൻ എയർ ലിഫ്റ്റ്. മരിയൻ എയർ ലിഫ്റ്റ് എന്ന് പറയുമ്പോൾ ഈ എല്ലാ സ്വഭാവങ്ങളുടെ ഒരു സമ്മിക്കായിട്ടുള്ള വലിയൊരു സാക്ഷ്യമായിരിക്കും അത്. കാരണം മാതാവ് നേരിട്ട് എടുത്തുയർത്തുന്നൊരു സാക്ഷ്യമാണ്. ഞാൻ ഇന്ന് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുന്ന സാക്ഷ്യത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഇതൊരു കമ്മ്യൂണിക്കേഷൻ സാക്ഷ്യമാണ്. ഒപ്പം തന്നെ നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് സാക്ഷ്യമാണ്. എന്നാൽ അതിനൊപ്പം തന്നെ ഇതൊരു മരിയൻ എയർലിഫ്റ്റ് സാക്ഷ്യം കൂടിയാണ്. സാക്ഷ്യം അഖിൽ എന്നൊരു യുവാവിൻ്റെ സാക്ഷ്യമാണ്. യുവാവ് എന്ന് പറയുന്നതിനേക്കാൾ അപ്പുറത്ത് ഒരു +2കാരൻ പയ്യൻ 2021 ഉടമ്പടി എടുക്കാൻ ഈ കൃപാസനത്തിലോട്ട് കടന്നു വന്ന ഒരു ചരിത്രത്തിൻ്റെ വലിയൊരു സാക്ഷ്യമാണത്. എൻ്റെ പേര് അഖിൽ. ഞാൻ ഇടുക്കി ജില്ലയിലെ ഉദയഗിരി ഇടവകയിൽ നിന്ന് വരുന്നു. ഈ ചരിത്രം എന്ന് ഞാൻ പറയാൻ കാരണം ആ ഒരു പ്രായത്തിൽ, അതായത് നിങ്ങൾക്കറിയാലോ, ഒരു 17 വയസ്സ് അതും അല്ലെങ്കിൽ ഒരു 18 വയസ്സുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ നോർമൽ നമ്മുടെ കേരളത്തിൽ പഠിക്കുന്ന ഒരു കുഞ്ഞാണെന്നുണ്ടെങ്കിൽ അവരുടെ ഏജ് അതായിരിക്കും 17-18 ഏജ്. ആ ഒരു പ്രായത്തിൽ, അതായത് 18 വയസ്സിൽ കൃപാസനത്തിൽ വന്ന ഒരു മകൻ വലിയൊരു സാക്ഷ്യം ഈ കഴിഞ്ഞ ദിവസങ്ങളിൽ പങ്കുവച്ചിരുന്നു. അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു കമ്മ്യൂണിക്കേഷൻ സാക്ഷ്യമാണ്, നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ് സാക്ഷ്യമാണ്, ഒപ്പം തന്നെ ഒരു മരിയൻ എയർലിഫ്റ്റ് സാക്ഷ്യമാണ്. സാക്ഷ്യം പറഞ്ഞു തുടങ്ങുന്നത് ഈ മകൻ ഇപ്രകാരമാണ്: ഞാൻ +2 പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇവിടെ ആദ്യമായിട്ട് കയറി വന്നത് ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്. അത് നിങ്ങളത് കേൾക്കണം. അത് ആവറേജ് സ്റ്റുഡൻറ്റ്. ഈ ഒരു ഞാൻ എൻ്റെ ഈ എപ്പിസോഡിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ ഈ ഒരു സാക്ഷ്യം നമ്മൾ ലിങ്ക് അറ്റാച്ച് ചെയ്യുന്നുണ്ട്, ലിങ്ക്. നിങ്ങളത് കയറി കാണണം. ഈ മകൻ സാക്ഷ്യം പറഞ്ഞു കൊടുക്കുന്ന ഇപ്രകാരമാണ്: ഞാൻ ഇവിടെ 2021 ആദ്യമായിട്ട് കൃപാസന മാതാവിൻ്റെ ഇവിടെ നിന്ന് ഉടമ്പടി എടുത്തത്. അപ്പം എനിക്ക് ആദ്യമായിട്ട് എൻ്റെ ഒരു ആഗ്രഹം എന്ന് പറഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് എക്സാക്റ്റായിട്ട് എന്താണ് ചെയ്യേണ്ടത്, എന്താണ് ഫ്യൂച്ചർ ചെയ്യേണ്ടതെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിൽ എനിക്ക് ആദ്യത്തെ എൻ്റെ ഒരു കടമ എന്ന് പറയുന്നത് +2 ആയിരുന്നു. അപ്പോൾ +2 ഞാനൊരു ആവറേജ് താഴെ പഠിച്ചുകൊണ്ടിരുന്ന ഒരു സ്റ്റുഡൻ്റാണ്. എനിക്ക് 1000-ന് മേളിൽ മാർക്ക് വേണമെന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം. അങ്ങനെ പറഞ്ഞു. കാരണം ഈ മകൻ ഒരു ആവറേജ് സ്റ്റുഡൻ്റാണ്. പക്ഷേ അമ്മ വൻകാര്യങ്ങൾ ചെയ്യുന്നതാണല്ലോ. ശക്തനായവനെ വൻകാര്യങ്ങൾ ചെയ്തു എന്ന് പരിശുദ്ധമ്മ സ്തോത്രഗീതത്തിൽ പറയുന്ന പോലെ ശക്തനായ നമ്മുടെ കൂടെ ഉണ്ടെങ്കിൽ വൻകാര്യങ്ങൾ നമ്മുടെ മെറിറ്റ് നോക്കാതെ നമുക്ക് ചെയ്യാൻ സാധിക്കും. അപ്പോൾ അത് പരിശുദ്ധ അമ്മയുടെ മുഖത്ത് നോക്കി ഇവൻ പറയുന്നത് പ്രകാരമാണ്. ഉടമ്പടി എടുക്കാൻ വരുമ്പോൾ
അതായത് എനിക്ക് 1000 മാർക്ക് വേണം +2-ന്. അതെ, റിസൾട്ട് വന്നപ്പോൾ ഈ മരിയൻ ഉടമ്പടി വഴിയായിട്ട് ഈ മകന് 1000 മാർക്ക് കിട്ടുന്നുണ്ട്. 1000-ന് മുകളിൽ മാർക്ക് കിട്ടി. അപ്പോൾ ആ മകന് നല്ലൊരു നോട്ട് ബൈ മെറിറ്റിൽ നല്ലൊരു റിസൾട്ട് കിട്ടി. അതാണ് ഈ ഒന്നാമതായിട്ട് ഇവൻ പറയുന്നത്. രണ്ടാമതായിട്ട് ഈ മകൻ പറയുന്നത് പ്രകാരമാണ്, പരിശുദ്ധ അമ്മയോട് ഞാനിങ്ങനെ ആലോചന തേടിക്കൊണ്ടേയിരുന്നു, നെക്സ്റ്റ് എന്താണ്. അപ്പോൾ ഈ മകൻ ഈ നെക്സ്റ്റ് എന്താണെന്ന് ദൈവത്തോട് പരിശുദ്ധ അമ്മയോട് ഒരു ആലോചന നടത്തുമ്പോൾ നമ്മൾ ചിന്തിക്കേണ്ടത് ഇപ്രകാരമാണ്: കർത്താവിനെ ഭയപ്പെടുന്നവരാണ് എപ്പോഴും ഈശോയുടെ ഇഷ്ടം നോക്കുന്നത്. അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇവിടെ കൃപാസനത്തിൽ ഞാൻ ഒരുപാട് മക്കൾ കാണാറുണ്ട്. ഈ ഷൂട്ടിങ് തുടങ്ങുന്നതിന് മുമ്പും ഒരു സഹോദരിയെ ഞാൻ ഈ സമയം കണ്ടുകിട്ടുകയുണ്ടായി. ഈ ഷൂട്ടിങ് തൊട്ട് മുമ്പാണ്. അപ്പോൾ ആ സഹോദരി പറഞ്ഞ പ്രകാരമാണ്, അതായത് ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ മകൾക്ക് 25,000 രൂപയുടെ ജോലി, അത് പണ്ട് ഉടമ്പടി എടുത്ത് ഉഴപ്പിയൊരു മകളാണ്, ഇപ്പോൾ ഉടമ്പടിയിലേ അല്ല. പക്ഷേ അന്നത്തെ ഒരു ഉടമ്പടിയുടെ യോഗ്യതയാൽ ഈ മകൾക്ക് 25,000 രൂപയുടെ ജോലി ഒരു യോഗ്യതയും നോക്കാതെ പരിശുദ്ധം അനുവദിച്ചു കൊടുത്തു. എന്നിട്ട് ഈ മകൾ പറയുന്നത് ഇപ്രകാരമാണ് ഇപ്പോൾ, അതായത് എനിക്ക് ജീവിക്കണമെന്ന് ഒരു ആഗ്രഹവും ഇല്ല സിസ്റ്ററെ എന്നാണ് എന്നോട് പറഞ്ഞത്. അപ്പോൾ വൻ കാര്യങ്ങൾ കർത്താവ് നടത്തി തരുമ്പോൾ അതൊന്നും മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന മക്കളുണ്ട്. അപ്പോൾ കടം മാറാൻ വേണ്ടി അടുത്ത കടം ലോണായിട്ട് എടുക്കാൻ വേണ്ടി എന്നോട് ഇങ്ങനെ അതിനെപ്പറ്റി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ പറഞ്ഞു, കടം തീർക്കാതെ അടുത്ത ലോൺ എടുക്കരുതെന്ന് ഞാൻ ആ മകളോട് പറഞ്ഞു. കാരണം നമുക്കറിയാമല്ലോ, പലിശക്കടം എന്ന് പറയുന്നത് ഇന്നത്തെ കേരള ജനത ആർഭാടങ്ങൾക്കും അല്ലാത്തതിനും എല്ലാം കടമെടുത്ത് ആവശ്യമില്ലാതെ ഒരു കടത്തിൻ്റെ ഒരു വലിയ സംസ്കാരം നമ്മുടെ കേരളീയരുടെ ഇടയിൽ എല്ലാവരിലും ഇല്ല. അത് നല്ല ഭവനങ്ങളിൽ നിന്ന് നല്ല മൂല്യങ്ങളോടെ വളർത്തിയ മാതാപിതാക്കൾ ഉള്ള ഭവനങ്ങളിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കടത്തിൻ്റെ കൾച്ചർ അവർ ഫോളോ ചെയ്യുന്നത് ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ വീട്ടിൽ എൻ്റെ അമ്മ, ഞാൻ എപ്പോഴും ഓർക്കാറുണ്ട്, അതായത് എന്ത് കാര്യത്തിനും ഷോർട്ട് ചെയ്താലും എൻ്റെ അമ്മ ഒരിക്കലും കടം ഇങ്ങനെ വാങ്ങിച്ച് കൂട്ടാറില്ല. കാരണം എനിക്ക് 2 സഹോദരിമാരാണ്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം ഞങ്ങളുടെ വിദ്യാഭ്യാസമാണെങ്കിൽ എല്ലാം നടത്തിയപ്പോഴും ഈ കടം വാങ്ങിച്ചുള്ളൊരു പരിപാടിയും വീട്ടിൽ ചെയ്തിട്ടില്ല. അപ്പോൾ ഞാൻ ആ ഒരു കൾച്ചർ കണ്ടു വളർന്നുകൊണ്ട് എനിക്ക് ഈ കടം വാങ്ങിച്ചു ലോൺ വാങ്ങിച്ചു എന്നൊക്കെ കേൾക്കുമ്പോൾ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ദേഷ്യം വരും. അപ്പോൾ ഞാൻ ആ മകളോട് പറഞ്ഞു, കടം നിലവിലുള്ളപ്പോൾ നിങ്ങൾ വീണ്ടും കടം വാങ്ങി കൂട്ടരുതെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്: ചില കാര്യങ്ങളൊക്കെ ചില മക്കൾ ദൈവം വലിയ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടത്തി തരുമ്പോൾ അത് മനസ്സിലാക്കാതെ മുന്നോട്ട് പോകുന്ന മക്കളുണ്ട്. അപ്പോൾ ഈ അഖിലിൻ്റെ ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വന്നത് ഇപ്രകാരമാണ്: ഈ മകനെ സംബന്ധിച്ചിടത്തോളം ഇവന് വലിയൊരു കാര്യം ദൈവം നടത്തി കൊടുത്തു, 1000-ന് മുകളിൽ മാർക്ക് കൊടുത്തു. അപ്പോൾ വീണ്ടും ഈ മകൻ എളിമപ്പെട്ടുകൊണ്ട് ദൈവത്തോട് വീണ്ടും കൂടിയാലോചന നടത്തുകയാണ്, ഞാൻ ഇനി എന്ത് ചെയ്യണം. അതായത് ഞാൻ പറഞ്ഞത് ഇപ്രകാരമാണ്: ദൈവത്തെ ഭയപ്പെടുന്നവരാണ് ദൈവത്തിൻ്റെ ഇഷ്ടം ആരാഞ്ഞുകൊണ്ട് അവിടുത്തെ ഹിതം അന്വേഷിക്കുന്നത്. ആ ഒരു കൃപയ്ക്ക് വേണ്ടിയിട്ട് നിങ്ങളെപ്പോഴും പ്രാർത്ഥിക്കണം. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനത്തിൽ എപ്പോഴും പറയാറുള്ളത് പോലെ 32-ാം സങ്കീർത്തനം 8-ാം തിരുവചനം, അതായത് നീ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ ഉപദേശിക്കും. മരിയൻ ഉടമ്പടിയുടെ വലിയൊരു ഫീച്ചറാണത്, കമ്മ്യൂണിക്കേഷൻ. അപ്പോൾ ഈ അഖിലിനോട് പരിശുദ്ധ ദൈവമാതാവ് വെളിപ്പെടുത്തി കൊടുത്തു. ആ കമ്മ്യൂണിക്കേഷൻ പോകുന്നത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്തുകൊണ്ടാണ്? ഈ മകൻ ഉടമ്പടി വൃത്തിയായിട്ട് ചെയ്യുന്നതുകൊണ്ടാണ്. ഈ മകനോട് ദൈവമാതാവ് പറഞ്ഞു, നീ IT ഫീൽഡാണ് തിരഞ്ഞെടുക്കേണ്ടത്. അങ്ങനെ ഈ മകൻ BCA കോഴ്സും ചെയ്തു. അപ്പോൾ ഞാൻ പറഞ്ഞു 2021 ഉടമ്പടി എടുക്കാൻ ഇവിടെ വന്ന മകനാണ്, +2കാരൻ പയ്യനാണ്. അങ്ങനെ ആ മകൻ BCA ഉന്നത വിജയത്തോടെ ഒരു നല്ലൊരു ടോപ്പ് കോളേജിൽ നമ്മുടെ കേരളത്തിൽ നിന്ന് തന്നെ കംപ്ലീറ്റ് ചെയ്തു. ഇനിയും ആ മകൻ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ, കർത്താവിനെ ഭയപ്പെടുന്നവൻ എപ്പോഴും അവിടുത്തെ ഹിതം അല്ലെങ്കിൽ അവിടുത്തെ ഇഷ്ടം എപ്പോഴും ഇങ്ങനെ ആരാഞ്ഞുകൊണ്ടിരിക്കും. അങ്ങനെ BCA പാസ്സായി കഴിഞ്ഞപ്പോൾ ആ മകൻ വീണ്ടും കൃപാസനത്തിലോട്ട് വന്നു. പിന്നെ അത് കഴിഞ്ഞായിരുന്നു എൻ്റെ ഏറ്റവും ഒരു ടേണിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. ഞാനിവിടെ നിന്ന് ജോസഫ് അച്ഛനെ കണ്ട് പ്രാർത്ഥിക്കുകയും ജോസഫ് അച്ഛൻ പറഞ്ഞ എന്നോട് ഒരു 3 ആഗ്രഹങ്ങൾ എഴുതിയിടാനും പറഞ്ഞു. ഞാൻ 3 ആഗ്രഹങ്ങൾ എൻ്റെ എഴുതി. അതായത് ഒന്നാമത്തെ ആഗ്രഹം എന്നുള്ളത് എനിക്ക് കേരളത്തിൽ PG ചെയ്യണം. പിന്നെ രണ്ടാമത്തെ എൻ്റെ ഒരു ആഗ്രഹം എനിക്ക് വിദേശത്ത് പോയി പഠിക്കണം, ആ കൂടെ ജോലിയും ചെയ്യാൻ വേണ്ടിയിട്ടായിരുന്നു. പിന്നെ മൂന്നാമത്തെ എൻ്റെ ഒരു ആഗ്രഹം എൻ്റെ ബിസിനസ്സും കാര്യങ്ങളൊക്കെ നോക്കാനും അതൊന്ന് വളർത്താനും വേണ്ടിയിട്ടായിരുന്നു. ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ പ്രാർത്ഥിച്ച് ഈ മകന് സന്ദേശം എടുത്തു കൊടുക്കുന്ന ഇപ്രകാരമാണ്: നീ കേരളത്തിൽ PG ചെയ്യുക. ഇതായിരുന്നു ആ സന്ദേശം. അങ്ങനെ ഈ മകൻ വീണ്ടും കേരളത്തിലെ ഒരു ടോപ്പ്
കോളേജിൽ MCA പഠനം പൂർത്തിയാക്കി. ഈ MCA പഠനം പൂർത്തിയാകുമ്പോൾ ഈ മകന് ദൈവപിതാവ് വേറൊരു ബോണസ് കൂടി കൊടുക്കും. അതൊരു അനുഗ്രഹത്തിൻ്റെ ഒരു ബോണസാണ്. കാരണം ഈ മകൻ ഇത്രയും നാൾ, ഞാൻ പറഞ്ഞു +2 വന്ന പയ്യനാണ്, ഇപ്പോൾ ഈ മകൻ MCA പഠനത്തിൻ്റെ അവസാന ഘട്ടത്തിൽ നിൽക്കുമ്പോൾ ഉടമ്പടി വഴിയായിട്ട് ആ മകന് യൂണിവേഴ്സിറ്റിയിൽ 3ാം റാങ്ക് കിട്ടും. MCA 3ാം റാങ്ക് മാത്രമല്ല, ഒരു ടോപ്പ് കമ്പനിയിൽ, ഒരു ടോപ്പ് സ്ഥാപനത്തിൽ ഇവന് നല്ല ഉയർന്ന ശമ്പളത്തോട് ജോലിയും കിട്ടും. പ്ലസ് ഈ മകൻ പറയുന്നുണ്ട്, പിന്നീട് എൻ്റെ ജീവിതത്തിലുണ്ടായൊരു വലിയൊരു മാറ്റമായിരുന്നു. എനിക്ക് കുറച്ച് ബിസിനസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം അതൊക്കെ ഒന്ന് വളർത്താനും ഇപ്പം അമ്മ മാതാവിൻ്റെ ഒരു അനുഗ്രഹം വഴി എനിക്ക് നല്ല രീതിയിൽ ബിസിനസ് ചെയ്യാനും പറ്റുന്നുണ്ട്. ആ കൂടെ തന്നെ ജോലി ചെയ്യാനും പറ്റുന്നുണ്ട്. ഈ മകൻ സാക്ഷ്യത്തിൽ പറയുന്നൊരു കാര്യം നിങ്ങൾ നോട്ട് ചെയ്യേണ്ടത്, അതായത് ഈ മകൻ തന്നെ എടുത്തു പറയുന്നുണ്ട്, ഞാനൊരു ആവറേജ് സ്റ്റുഡൻ്റാണ്, എനിക്ക് എങ്ങനെയാണ് ഈ MCAയുടെ 3ാം റാങ്ക് അടക്കമുള്ള ഉന്നത വിജയം കിട്ടിയതെന്ന് ഞാൻ നിങ്ങളോട് പറയാം. അത് മരിയൻ ഉടമ്പടി തൈലം പൂശി, ഉടമ്പടി കാശുരൂപം പിടിച്ച്, അതായത് ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ബലത്തിലാണ് എനിക്ക് ഈ ഒരു വിജയം കിട്ടിയിരിക്കുന്നത്. അത് നിങ്ങളുടെ മുമ്പിൽ പറയാൻ എനിക്ക് പ്രശ്നമൊന്നുമില്ല. ആ മകൻ അത് വൃത്തിയായിട്ട് പറയുന്നുണ്ട്. ശേഷം ഈ മകൻ പറയുന്നുണ്ട്, കാരുണ്യ പ്രവൃത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് അനാഥ മന്ദിരങ്ങൾ സന്ദർശിക്കുകയും അവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യും. ഇപ്പം എനിക്ക് കിട്ടുന്നൊരു വരുമാനത്തിൻ്റെ ഇത്ര ശതമാനം ഞാനിപ്പോൾ പാവപ്പെട്ട ആൾക്കാരെയൊക്കെ സഹായിക്കുകയും ചെയ്യുന്നുണ്ട്. വളരെ ഷോർട്ടായിട്ടുള്ളൊരു സാക്ഷ്യം. ഈ സാക്ഷ്യം ഞാൻ എപ്പോഴും പറയാറുള്ളത് പോലെ, എനിക്ക് ഒത്തിരി ആഗ്രഹമുണ്ട് നമ്മുടെ യുവജനത, അവരുടെ വീട്ടുകാർ അധ്വാനിച്ചുണ്ടാക്കിയ പൈസയായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ അവരുടെ വീട്ടിൽ ഉള്ളവർ തന്നെ അധ്വാനിച്ചുണ്ടാക്കിയായിരിക്കാം, അല്ലെങ്കിൽ പാരൻസ് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന പൈസയായിരിക്കാം. ഇതൊന്നും അനാവശ്യമായിട്ട് നമ്മൾ ആരുടെയും കൈകളിൽ നഷ്ടപ്പെടാൻ നമ്മൾ അനുവദിച്ചു കൊടുക്കരുത്. അതിന് തീർച്ചയായിട്ടും ദൈവഹിതമനുസരിച്ച് മുന്നേറുമ്പോൾ, അതും മരിയൻ ഉടമ്പടിയിലായിരിക്കുമ്പോൾ നിങ്ങൾക്കൊരു വലിയ സംരക്ഷണം കിട്ടും. ഇവിടെ കൃപാസനത്തിൽ ഉടമ്പടി എടുക്കാൻ വരുന്ന ഒരു കാറ്റഗറിയിലുള്ള മക്കൾ വരുന്നത് ഇപ്രകാരമാണ്. പല മാർഗങ്ങളിലൂടെ അവരിങ്ങനെ വലിഞ്ഞ് ഇങ്ങനെ വല വീശുന്ന പോലെ വലഞ്ഞ് അവസാനം ഒരു ഗതി കിട്ടാതാവുമ്പോഴാണ് ഉടമ്പടി എന്നുള്ളൊരു ഉറപ്പാകുന്ന പാറയിൽ അവർ അഭയം പ്രാപിക്കുന്നത്. അപ്പോൾ ഈ മകൻ്റെ പ്രത്യേകത, എന്നെ കേൾക്കുന്ന യുവതി യുവാക്കൾ അത് ശ്രദ്ധിക്കണം. അതുമല്ലെങ്കിൽ ഈ പ്രൊഫഷണൽ കരിയർ പല മേഖലകളിൽ കോഴ്സ് എടുക്കാൻ ആഗ്രഹിക്കുന്ന, ആസ്പയർ ചെയ്യുന്ന മക്കൾ, നിങ്ങൾ ഈ സാക്ഷ്യം കേൾക്കണം. ഈ മകൻ്റെ ഒരു ദൈവിക നിലപാട്, +2 പാസ്സായപ്പോൾ തന്നെ ഈശോയോട് ആലോചന തേടിയാണ് ഓരോ ഘട്ടങ്ങളിലും ഈ മകൻ മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് തന്നെ ഈ മകൻ്റെ വീട്ടുകാർ അധ്വാനിച്ച പൈസ, അതുമല്ലെങ്കിൽ ഈ മകൻ അധ്വാനിച്ചുണ്ടാക്കിയ പൈസ വേറെ ആരും കൊണ്ടുപോയിട്ടില്ല. അതെല്ലാം ഇവൻ്റെ കൈകളിൽ സുരക്ഷിതമായിരുന്നു. ഈ സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് പ്രഭാഷകൻ 2-ാം അധ്യായം 16 മുതൽ 18 വരെയുള്ള തിരുവചനങ്ങളാണ്. വചനം ഇപ്രകാരമാണ്: കർത്താവിനെ ഭയപ്പെടുന്നവൻ അവിടുത്തെ ഇഷ്ടം അന്വേഷിക്കും. അവിടുത്തെ സ്നേഹിക്കുന്നവർ അവിടുത്തെ പ്രമാണങ്ങളാൽ പരിപുഷ്ടരാകും. കർത്താവിനെ ഭയപ്പെടുന്നവർ ഹൃദയം ഒരുക്കി വയ്ക്കും, അവിടുത്തെ മുമ്പിൽ വിനീതരായിരിക്കുകയും ചെയ്യും. നമുക്ക് മനുഷ്യകരങ്ങളിലല്ല, കർത്തൃകരങ്ങളിൽ നമ്മെ തന്നെ അർപ്പിക്കാം. എന്തെന്നാൽ അവിടുത്തെ പ്രഭാവം പോലെ തന്നെയാണ് അവിടുത്തെ കാരുണ്യവും. ഈ വചനത്തിൽ നമ്മൾ വായിച്ചു കേട്ടത് ഇപ്രകാരമാണ്: അതെ, കർത്താവിനെ ഭയപ്പെടുന്നവരാണ് അവിടുത്തെ വഴി അന്വേഷിക്കുന്നവർ. ഈ മകൻ്റെ ജീവിതത്തിൽ, അഖിലിൻ്റെ ജീവിതത്തിൽ ഈ മകൻ ദൈവത്തെ ഭയപ്പെടുന്നു. അതുകൊണ്ടാണ് ഓരോരോ ഘട്ടത്തിലും ആ മകനെ തന്നെ എളിമപ്പെടുത്തി വിനീതനാക്കിക്കൊണ്ട് ഈശോയുടെ ഹിതമാരായാൻ ഈ ഒരു സമാഗമ കൂടാരത്തിലേക്ക് ഈ മകൻ കടന്നു വരുന്നത്. അങ്ങനെ ദൈവത്തോട് കൂടി ആലോചന ചെയ്ത് ഓരോരോ തീരുമാനങ്ങൾ എടുത്തപ്പോൾ ഈ മകന് ഒരു ഘട്ടത്തിലും തെറ്റുന്നില്ല. അതാണ് ഈ ഒരു സാക്ഷ്യത്തിൻ്റെ ഹൈലൈറ്റ് എന്ന് പറയുന്നത്. ആദ്യം പരിശുദ്ധ ദൈവമാതാവ് ഈ മകൻ്റെ മുഖത്ത് നോക്കി പറഞ്ഞു, നീ IT ഫീൽഡാണ് തിരഞ്ഞെടുക്കേണ്ടത്. തുടർന്ന് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനിലൂടെ ദൈവപിതാവ് വെളിപ്പെടുത്തി കൊടുത്തു, അതെ, നീ കേരളത്തിൽ തന്നെയാണ് PG ചെയ്യേണ്ടത്. അങ്ങനെ ഈ മകന് ഒരു ഉയർന്ന ഉദ്യോഗവും ഇവിടെ തന്നെ ലഭിക്കുന്നു. അപ്പോൾ ദൈവത്തിൻ്റെ മുമ്പിൽ വഴികളുണ്ട്. നമ്മൾ ചെയ്യേണ്ടത് മരിയൻ ഉടമ്പടി എടുക്കാനിരിക്കുന്നവരാണെന്നുണ്ടെങ്കിലും, ഇനി മരിയൻ ഉടമ്പടിയിൽ നിലനിൽക്കുന്നവരാ സഹോദരങ്ങളാണെന്നുണ്ടെങ്കിലും,
നിങ്ങൾക്ക് ഈ ഒരു മനോഭാവം പ്രഭാഷകൻ 2:16 16 മുതൽ 18 തിരുവചനത്തിൻ്റെ ആ ഒരു മനോഭാവം നിങ്ങൾക്ക് ഇല്ലെങ്കിൽ ഇത് നിങ്ങൾ ആർജിച്ചെടുക്കണം. നിങ്ങൾക്ക് ഒരുപാട് കരിയർ സ്വപ്നങ്ങളൊക്കെ ഉണ്ടാകും. അത് ഒരുപക്ഷെ നിങ്ങളുടെ സുഹൃത്തുക്കൾ ഭാവന ചെയ്യുന്ന കരിയറിൻ്റെ സ്വപ്നങ്ങളായിരിക്കും. അതുമല്ലെങ്കിൽ നിങ്ങൾക്ക് പല വ്യക്തികൾ പരിചയപ്പെടുത്തി തന്ന കരിയർ സ്വപ്നങ്ങളായിരിക്കാം. അതൊന്നും ദൈവത്തിൻ്റെ പദ്ധതികളാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഉടമ്പടിയിൽ ഇരിക്കുന്ന സഹോദരങ്ങൾ ചെയ്യേണ്ടത് ഇപ്രകാരമാണ്. ഈ മകൻ ചെയ്തതുപോലെ ഉടമ്പടിയിൽ വൃത്തിയായി ചെയ്തുകൊണ്ട് ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനെ കണ്ട് ഒരു പ്രാർത്ഥനാ സന്ദേശം സ്വീകരിച്ച് അത് നടപ്പിൽ വരുത്തിയപ്പോൾ ഈ മകന് എന്താ സംഭവിച്ചത്? ഈ മകന് വീട്ടിലെ കൃഷികളുടെ കാര്യങ്ങൾ അതുമായിട്ട് സഹകരിക്കാൻ പറ്റുന്നു. ഈ മകൻ്റെ ഓൺ ബിസിനസ്സുമായിട്ട് മുന്നോട്ട് പോകാൻ പറ്റുന്നു. ഒപ്പം തന്നെ ഈ പഠിച്ച ഫീൽഡിൽ നല്ലൊരു ജോലിയുമാണ് ഈ മകന് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു അനുഗ്രഹം നമ്മുടെ യുവാക്കൾ എല്ലാവരെയും കാത്തിരിക്കുന്നുണ്ട്. നിങ്ങൾ എന്നെ കേൾക്കുന്ന യുവജനതയോട് പ്രത്യേകമായിട്ട് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ഓരോരോ ഘട്ടത്തിലും കരിയറിൻ്റെ നിങ്ങൾ ദൈവകരങ്ങളിൽ നിങ്ങളുടെ വിഷയം കൊടുത്തുകൊണ്ട് അവിടുത്തെ ഹിതം നിങ്ങൾ ആരായണം. എന്നിട്ട് മാത്രമേ ഉള്ളൂ നിങ്ങൾ അടുത്ത സ്റ്റെപ്പ് മുമ്പോട്ട് വയ്ക്കാൻ പാടുള്ളൂ. അങ്ങനെ ചെയ്താൽ നിങ്ങളുടെ കരിയറും നിങ്ങളുടെ വീട്ടിലിരിക്കുന്ന പണവുമൊക്കെ നിങ്ങളുടെ കയ്യിൽ സുരക്ഷിതമായിരിക്കും. രണ്ടാമതായിട്ട് ഈ ഒരു സാക്ഷ്യം കേട്ടപ്പോൾ എൻ്റെ മനസ്സിലോട്ട് ഓടി വന്ന വചനം 128 സങ്കീർത്തനം 1-2 തിരുവചനമാണ്. നിങ്ങൾക്ക് സുപരിചിതമായിട്ടുള്ള സങ്കീർത്തന ഭാഗമാണ്. കർത്താവിനെ ഭയപ്പെടുകയും അവിടുത്തെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവൻ ഭാഗ്യവാൻ. നിന്റെ അധ്വാന ഫലം നീ അനുഭവിക്കും, നീ സന്തുഷ്ടനായിരിക്കും, നിനക്ക് നന്മ കൈവരും. അതെ, കർത്താവിനെ ഭയപ്പെടുന്നവനാണ് അവിടുത്തെ ഇഷ്ടം ആരായുന്നത്. ഇങ്ങനെ അവിടുത്തെ ഇഷ്ടം ആരാഞ്ഞ് അവിടുത്തെ വഴികളിൽ നടന്നാൽ നമ്മളെപ്പോഴും സുരക്ഷിതരായിരിക്കും. അതാണ് 128 സങ്കീർത്തനം 1-2 തിരുവചനങ്ങൾ പറയുന്നത്. അതായത് ഇങ്ങനെ നടന്നാൽ നമ്മൾ അധ്വാനിക്കുന്ന അധ്വാന ഫലം നമുക്ക് അനുഭവിക്കാൻ പറ്റും. മരിയൻ ഉടമ്പടിയിൽ ബഹുമാനപ്പെട്ട അച്ഛൻ എപ്പോഴും പറയാറുള്ള ഒരു കാര്യമാണ്, നിങ്ങൾ ഈ അനുഗ്രഹം വാങ്ങിച്ചുകൊണ്ട് പോണതല്ല ഇതിൻ്റെ യഥാർത്ഥമായ ഒരു ഉടമ്പടിയുടെ ക്രക്സ് എന്ന് പറയുന്നത്. ഈ നിങ്ങൾ വാങ്ങിച്ചു കൂട്ടുന്ന ഈ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് അനുഭവിക്കാനുള്ള യോഗ്യത കൂടി വേണം. അതിനു വേണ്ടിയിട്ടാണ് കർത്താവിനെ ഭയപ്പെട്ടുകൊണ്ട് എപ്പോഴും അവിടുത്തെ വഴികളിൽ നടക്കാൻ, അവിടുത്തെ ഹിതം ആരാഞ്ഞുകൊണ്ട് അവിടുത്തെ കൈ പിടിച്ച് നടക്കുവാൻ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛൻ എപ്പോഴും ഉടമ്പടി ധ്യാനങ്ങളിലൂടെ നമ്മളെ ഉദ്ബോധിപ്പിക്കുന്നത്. അവസാനമായിട്ട് എൻ്റെ മനസ്സിലോട്ട് ഓടി വന്നത് യെശയ്യാ പ്രവാചകൻ്റെ വചനങ്ങളാണ്. 65 അധ്യായം 22 തിരുവചനം. അവർ പണിയുന്ന ഭവനങ്ങളിൽ അന്യർ വസിക്കുകയില്ല, അവർ നടുന്നതിൻ്റെ ഫലം അപരൻ ഭുജിക്കുകയില്ല. അതെ, നമ്മളൊക്കെ അധ്വാനിച്ചുണ്ടാക്കിയ നമ്മുടെ സ്വത്തുക്കൾ, അതുമല്ലെങ്കിൽ നമ്മൾ പണിതുണ്ടാക്കിയ ഭൂമി, ഇതൊക്കെ അന്യാധീനപ്പെട്ടു പോകുന്ന ഒരവസ്ഥ പലവരുടെയും ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. അത് കർത്താവിനോട് കൂടെ ശേഖരിക്കാത്തത് കൊണ്ടാണ്, അവിടുത്തെ ഭയപ്പെട്ടുകൊണ്ട് അവിടുത്തെ വഴികളിൽ നടക്കാത്തത് കൊണ്ടാണ്. അതുകൊണ്ടാണ് മരിയൻ ഉടമ്പടിയിൽ എപ്പോഴും പറയണത്, അതായത് നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുന്നവർക്കാണ് നമ്മൾ അധ്വാനിക്കുന്ന ആ ഒരു ഫലം നമുക്ക് അനുഭവിക്കാൻ കഴിയുന്നത് എപ്പോഴാണെന്ന് ചോദിച്ചാൽ ഈ നിലനിൽക്കുന്ന ഫലം പുറപ്പെടുവിക്കുവാൻ നമ്മൾ തയ്യാറാകുമ്പോഴാണ്. അതെ, ഇന്ന് അനുഗ്രഹം കിട്ടി വലിയ കൃപകൾ അനുഗ്രഹങ്ങളൊക്കെ സ്വന്തമാക്കി കഴിയുമ്പോൾ പിന്നീട് തന്നിഷ്ടപ്രകാരം നടക്കാനൊക്കെ മനസ്സിൽ വാഞ്ചനയുള്ളവർ കേട്ടിരിക്കേണ്ട ഒരു സാക്ഷ്യം കൂടിയാണ് ഇത്. കാരണം 2021 തുടങ്ങിയ ആ ഒരു ഉടമ്പടി യാത്ര യുവാവായ മകൻ നീണ്ട 5 വർഷങ്ങൾക്ക് ശേഷം ഒരു വിജയപീഠത്തിലെത്തിയ വലിയ സന്തോഷവുമായിട്ടാണ് അഖിൽ എന്ന മകൻ നമ്മുടെ മുമ്പിൽ ഈ സാക്ഷ്യം അവതരിപ്പിക്കുന്നത്. സാക്ഷ്യം കേൾക്കുമ്പോൾ നമുക്കും വലിയ തീരുമാനങ്ങൾ എടുക്കാം ജീവിതത്തിൻ്റെ ഓരോരോ ഘട്ടങ്ങളിൽ. ഏറെ പ്രത്യേകമായിട്ട് കരിയർ എങ്ങനെ മുമ്പോട്ട് പോകണം, എങ്ങനെ ഏത് രീതിയിൽ മുമ്പോട്ട് പോകണമെന്നൊക്കെ പലവിധ കൺഫ്യൂഷനുള്ള മക്കൾ ഈ സാക്ഷ്യം കേട്ടിരിക്കണം. ഈ മകനെടുക്കുന്ന ഒരു നിലപാട്, അതെ,
ദൈവത്തോട് കൂടിയാലോചന ചെയ്തുകൊണ്ട് ഓരോരോ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ദൈവപിതാവിൻ്റെ വലിയൊരു കയ്യൊപ്പ് ആ വിഷയത്തിൽ ഉണ്ടാവുകയും അതെ ആ മകൻ്റെ ഓരോരോ അധ്വാനങ്ങളെ ദൈവം 100 മേനി ഫലം നൽകുന്ന വലിയൊരു സാക്ഷ്യമാണ്. ഒരു നിമിഷം നമുക്ക് കണ്ണുകളടയ്ക്കാം. പരിശുദ്ധമ്മ ദൈവമാതാവേ, അമ്മയുടെ മധ്യസ്ഥതയിൽ ഉടമ്പടിയെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും, ഏറെ പ്രത്യേകമായിട്ട് കരിയർ പലവിധ കോഴ്സുകൾക്ക് ആസ്പയർ ചെയ്യുന്ന മക്കളെ പ്രത്യേകമായിട്ട് ഈ സമയം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഇനി പ്രത്യേകമായിട്ട് ദൈവവിളിയാണ് ആ മക്കളുടെ വലിയ പദ്ധതി. അവരെക്കുറിച്ചുള്ള നിൻ്റെ വലിയ പദ്ധതി അതാണെന്നുണ്ടെങ്കിൽ അതുമായിട്ട് മുമ്പോട്ട് പോകാനുള്ള വലിയ ആത്മശക്തി ആ മക്കൾക്ക് കൊടുക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു കരിയറിന് വേണ്ടി ആഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും, പലവിധ ആപ്ലിക്കേഷനൊക്കെ കൊടുത്തിട്ടും യാതൊരു പുരോഗതിയുമില്ലാതെ വലയുന്ന മക്കളെയും പ്രത്യേകമായിട്ട് ഈ സമയം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധമ്മേ ദൈവമാതാവേ, ബോധോജ്ഞാനത്തിൻ്റെ സിംഹാസനമായ നീ തന്നെ ആ മക്കൾക്ക് വേണ്ടി പ്രത്യേകമായിട്ട് അവർ കൂടുന്ന ഈ ശുശ്രൂഷയുടെ യോഗ്യതയാൽ, അവരെടുത്തിരിക്കുന്ന മരിയൻ ഉടമ്പടിയുടെ യോഗ്യതയാൽ ആ മക്കളുടെ ജീവിതത്തിൽ പ്രത്യേകമായിട്ട് നീ ഇടപെടണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവരധ്വാനിച്ചുണ്ടാക്കിയ ഒരു രൂപ പോലും അനാവശ്യമായി ഒരു ഏജൻസിയുടെയും കയ്യിൽ അകപ്പെടാതെ ആ മക്കൾക്ക് നേരായ മാർഗത്തിലൂടെ ആ മക്കളുടെ വഴി അവർക്ക് തുറന്നു കൊടുക്കണമേ എന്ന് ഈ സമയം പ്രാർത്ഥിക്കുന്നു. മഴക്കെടുതിയാൽ വലയുന്ന മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോരോ ജീവിത ദുരിതങ്ങളിലൂടെയും ദുരന്തങ്ങളിലൂടെയും കടന്നു പോകുന്ന ഭവനങ്ങളിലായിരിക്കുന്ന ഓരോ മക്കളെയും, വിവിധങ്ങളായ സമയങ്ങളിൽ ഈ ശുശ്രൂഷകൾ പങ്കെടുത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ മക്കളെയും പ്രത്യേകമായിട്ട് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കൃപാസനത്തിൽ നടന്നിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ യോഗ്യതയാൽ ആ മക്കളുടെ എല്ലാവരുടെയും ജീവിതത്തിൽ പ്രത്യേകമായിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയ കരുണയുള്ള കരങ്ങൾ നീട്ടിക്കൊണ്ട് അവരുടെ ജീവിതത്തിൽ ഇപ്പോൾ തന്നെ ഇടപെടണമേ എന്ന് ഞങ്ങൾ പ്രത്യേകമായിട്ട് ഉടമ്പടിയുടെ യോഗ്യതയാൽ പ്രാർത്ഥിക്കുന്നു. ദൈവപിതാവെ, പ്രത്യേകമായിട്ട് അവരുടെ എല്ലാ വിഷയങ്ങളുടെയും മേൽ നീ ഇടപെട്ടുകൊണ്ട് ആ മക്കളെ ഓരോരുത്തരെയും ഇവിടെ നടന്നിട്ടുള്ള പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷികളാക്കി അവരെ ഉയർത്തണമേ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവായ ക്രിസ്തു വഴി ഞങ്ങൾ സമർപ്പിക്കുന്ന പ്രാർത്ഥന കേട്ടുകൊള്ളണമേ. ആവേ മരിയ. നമ്മുടെ കൃപാസനം പ്രത്യക്ഷീകരണ സന്നിധാനത്തിൽ ബഹുമാനപ്പെട്ട VP ജോസഫ് അച്ഛനോടൊപ്പം സമർപ്പിതരായി ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹിക്കുന്ന സഹോദരങ്ങൾ, ഏറെ പ്രത്യേകമായിട്ട് +2 ഡിഗ്രി പാസ്സായ മക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന ഇമെയിൽ അഡ്രസ്സിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ CV അയയ്ക്കുക. തീർച്ചയായിട്ടും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷികളായി ജീവിക്കുവാൻ നിങ്ങൾക്കൊരു ആന്തരിക ബോധ്യം, അതുമല്ലെങ്കിൽ ദൈവപിതാവ് നിങ്ങളെ വിളിക്കുന്നു എന്ന് നിങ്ങൾക്ക് ബോധ്യപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.